ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം റഹ്മത്തുള്ള. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കാം. മൻസൂർ മണ്ണാർക്കാട് അല്ലേ സാർ? ഏ മൻസൂർ മണ്ണാർക്കാട് അതല്ലേ? അതെ, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കാം, കൊല്ലം ചവറ. ആ പറയൂ. എനിക്ക് ഒരു സംശയം, രണ്ട് സംശയമുണ്ട്. എന്ത് സംശയമാണ്? ഞാൻ ഈ സൗദി അറേബ്യ 10-22 വർഷം ഉണ്ടായിരുന്നു. ആ. ദമാമില്. ആ. അത് ഞാൻ ഈ പോകുന്നതെന്ന് പറയുന്ന ഈ ഷിയാക്കളുടെ ഏരിയയിലായിരുന്നു. ആ. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവർ ഈ കാണിക്കുന്നത് ഇത്രയും, ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ നമ്മുടെ സുന്നികളെന്നും പറഞ്ഞു ഈ മുഹറം ഇങ്ങനെ ഈ 9 തൊട്ട് 1 തൊട്ട് ഈ 10 വരെ അവർ ഒരു പരിപാടിയും നടത്തത്തില്ല. അതെന്തോ ഏതാണ്ട് നഹസോ എന്തോ ഇതാരുണ്ടാക്കിയതാണ്? ഷിയാക്കളെ. അത് തന്നെ. അത് ഇവിടെ ഒരു മുസ്ലിം ചെന്ന് എന്തെങ്കിലും എന്ന് പറയുമ്പോ അത് കൊള്ളത്തില്ല. 10 കഴിയട്ടെ, 11 കഴിയട്ടെ, ഇതൊക്കെ എന്തുവാണ്? ഞാനിത് ചെന്ന് ഈ യവന്മാരെ ഇടയ്ക്കാണ്ട് ഇത് കണ്ട് ഞാൻ ഈ ഉത്സവം നടത്തുന്ന പോലെ അത് ഇവിടെ വന്ന് നോക്കിയപ്പോ യവന്മാര് ഇതിനെക്കാട്ടി ഭയങ്കര കടുപ്പം. ഇവിടെ സുന്നികളെന്നാ പറയാം. ഇതാ ഈ 1 തൊട്ട് ഈ 10 വരെ ഇവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആരും. അവര് അങ്ങനെ ഒരു വിഭാഗമാണ്. അവര് ഷിയായിസവും അതുപോലെ തന്നെ ബറേൽവിസവും മറ്റു ഇതര മത ആദർശങ്ങളൊക്കെ പേറുന്നൊരു വിഭാഗമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. എന്നാൽ ഈ ബറേലി എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഷിയാക്കളാരണ്ട. അത് ഇവിടെ ഒരു മുസ്ലിയാർ ഈയിടെ ഞാനൊരു ഇതിനകത്ത് റീൽ കണ്ടപ്പോ ആരെ കാന്തപുരം ബറേലി ഞങ്ങളുടെ ഹംബി ബറേൽവി ഹേ എന്ന് പറഞ്ഞ ഹിന്ദിയിൽ അത് സൂഫി സമ്മേളനം നടക്കുന്നിടത്താണ്. സുന്നി എന്ന് പറഞ്ഞ് നടക്കാൻ അവർക്ക് നാണമില്ല. പിന്നെ അതിന്റെ എല്ലാം കൂടെ ഒരു എപ്പിസോഡ് ഒന്നുണ്ട്, ഒരു റീല്. അതൊക്കെ സാധാരണ വീഡിയോകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭായി. പിന്നെ രണ്ടാമത്തെ എന്തോന്നറിയാമോ? രണ്ടാമത്തെ ഈ നമ്മള് സുബഹി നിസ്കരിക്കാൻ ചിലപ്പോ പെട്ടെന്ന് എണീച്ചെങ്കിൽ എല്ലാമ്പളത്തേക്ക് ഒരു റക്അത്ത് കഴിയും. അപ്പം ഞാനാണെങ്കിൽ ഇത് സൗദി അറേബ്യയിലൊക്കെ നിസ്കരിച്ചപ്പോ ഈ കുനൂത്ത് നമ്മുടെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഈ കുനൂത്ത് ഞാൻ രണ്ടാമത്തെ റക്അത്ത് ഓതിയില്ല. അന്നേരം ഉസ്താദ് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോ അള്ളാ പിടിച്ചോളൂ. ഈ അള്ളാ എല്ലാം ചോദിക്കാം നമ്മുടെ മദ്ഹബ് ഏതാ. ഞാൻ ഷാഫിയ, മറ്റേ ഹനഫിയ, നീ അവിടെ കുനൂത്ത് ഓതിയില്ല, അതങ്ങനെ ചോദിക്കുക. അവിടെ നമ്മളെല്ലാരും എന്തായാലും മുസ്ലിങ്ങളല്ലേ. ഞാൻ ഈ ചവർ തേവലക്കരയാ. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഹനഫികളാണ്. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോ അവരെ പള്ളിയിൽ കയറുമ്പോ ഇതൊന്നുമില്ല. അപ്പോ ഔസാനോട് ചോദിച്ചാൽ മതി ഈ ഹനഫിയാക്കളെ. ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ തന്നെ ചോദിച്ചു, നാളെ ഈ മത്സരം ചെല്ലുമ്പോൾ എനിക്ക് ചോദിക്കും, നീ ഹനഫിയാണോ ഷാഫിയാണോ? അന്നേരം പിന്നെ അങ്ങേരുന്നു ഗുണഗുണാന്ന് പറയും. നീ മുജാഹിദാന്ന് പറയും. ഞാൻ മുജാഹിദും എല്ലാം ഒന്നുമില്ല. എനിക്ക് എവർ ഈ കാണിക്കുന്നത് തീരെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. മദ്ഹബുകള് ആഗോള അടിസ്ഥാനത്തില് മദ്ഹബുകളുണ്ട്. മദ്ഹബുകള് എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തിന്റെ ഓരം ചേർന്ന് പോകുന്ന ആളുകളാണ്. ഈ മദ്ഹബുകൾ ഇപ്പൊ ഈ ഇമാമുമാരെയൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സൗദി അറേബ്യയിൽ ജീവിച്ച ആളാണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ പല ഭാഗത്തും ഇമാം ഷാഫി റോഡ്, ഇമാം ഷാഫി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷാറ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവരും ഇവരൊക്കെ അംഗീകരിക്കണം. പക്ഷേ ഈ മദ്ഹബ് അംഗീകരിക്കുക എന്നതിനപ്പുറമായിക്കൊണ്ട് മദ്ഹബിനെ അന്ധമായിട്ട് പിൻപറ്റുക, തഖലീദ് ചെയ്യുക എന്നൊരു സംഭവമുണ്ട്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റു മദ്ഹബുകളെ ഇവർ തള്ളുകയാണ് ചെയ്യുന്നത്. കുറച്ച് കാണുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കുനൂത്ത് ഓതാത്തത് എന്തുകൊണ്ട് അള്ളാ പിടിക്കൂലേ എന്ന് ചോദിച്ച ആ മുസ്ലിയാരെ മറ്റു 3 മദ്ഹബിനെയും ഒരുപോലെ തള്ളിയിരിക്കുകയാണ്. നിങ്ങള് ഒരു മദ്ഹബിനെയും തള്ളിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നിങ്ങൾ സ്വീകരിച്ചത്. കുനൂത്ത് റസൂൽ ഓതിയിട്ടുണ്ടോ? ഉണ്ട്. അത് പ്രത്യേക സാഹചര്യത്തിൽ നാസിലത്തിന്റെ കുനൂത്ത് ഓതിയിട്ടുണ്ട്. അതൊരു വക്തിന് മാത്രമാണോ ഓതിയിട്ടുള്ളത്? അല്ല, 5 വക്തിലും ഓതിയിട്ടുണ്ട്. എന്നാൽ സുബഹിക്ക് മാത്രമായിട്ട് അള്ളാന്റെ റസൂൽ ഒരു കുനൂത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഷാഫി ഇമാമ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി ഇമാമ് കുറ്റക്കാരനാണോ? അല്ല. നമുക്ക് വ്യക്തമായ ഹദീസ് നമുക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടുള്ളത് സ്വഹീഹായ ഹദീസ് വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്നാണ്. അതുകൊണ്ട് അവര് കുറ്റക്കാരല്ല. ഹനഫി മദ്ഹബിലുള്ള ആളുകള്
ഇമാമ് ഫാത്തിഹ ഉറക്കോതും വലദ്വാലീൻ എന്ന് പറഞ്ഞാല് ആമീൻ എന്ന് ഉച്ചത്തിൽ പറയില്ല, അവര് പറയുന്നുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബ് ഒക്കെ എന്ത് ചെയ്യും, ഉറക്കെ തന്നെ ആമീൻ എന്ന് പറയും. അങ്ങനെ പറയണം എന്നുള്ള ഹദീസ് ഇമാം ഷാഫി അല്ലെങ്കിൽ ഇമാം ഷാഫി റഹിമഹുല്ലാന്റെ പരമ്പരയിലുള്ള പണ്ഡിതർക്ക് കിട്ടി. അത് വ്യക്തമായിട്ടും ഹനഫി മദ്ഹബിലുള്ള ആളുകൾ അത് സ്വീകരിക്കുന്നില്ല. അവര് ഷാഫി ഇമാമിനെ തള്ളി. നമ്മൾ ഇമാം അബു ഹനീഫ ഇമാമിനെ, അതായത് ഹനഫി ഇമാമിനെ തള്ളുന്നൊന്നുമില്ല. നമുക്ക് അതിൽ കൂടുതൽ ഉള്ള ഹദീസുകൾ പിൽക്കാലത്ത് കിട്ടിയപ്പോ നമ്മൾ ആമീൻ എന്ന് ഉറക്കെ പറയുകയാണ്. അപ്പൊ മദ്ഹബ് പക്ഷപാതിത്വമുള്ളവരാണ് മദ്ഹബിന്റെ ആളുകളായിട്ട് നടക്കുന്നത്. മദ്ഹബിന്റെ ഇമാമുമാരെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും അവർ പറഞ്ഞ അഭിപ്രായം ഖുർആനും സുന്നത്തിനോടും ഏറ്റവും യോജിക്കുന്നത് ഏതാണ് അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ നിങ്ങള് ഉസ്താദന്മാര് പറയുന്ന ആ ഒരു കാര്യം കേട്ടുകൊണ്ട് അതിന് പിന്നാലെ പോകേണ്ട. 99.99% തലയെക്കെട്ടുകാരും പറയുന്നത് ഈ ഉമ്മത്തിനെ പഴപ്പിക്കാനുള്ളതാണ്. ഷിയായിസത്തിന്റെ വാർത്തകളാണ് ഓക്കെ. ഒരു മിനിറ്റ്, റഷീദ് അല്ലേ നിങ്ങളുടെ പേര്? എന്റെ പേര് റഷീദ്. ഈ വോയിസ് യൂട്യൂബിൽ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ഒന്നുമില്ല. ഇൻഷാ അല്ലാ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.